ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷൻ ആണ് ദൃശ്യം 3. ദൃശ്യം 3 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്. ത്രില്ലടിച്ചിട്ട് പാടില്ല, ഒരുപാട് കാത്തിരുന്ന സാധനമാണ്. എങ്ങനെ ഉണ്ടാവൂളിയാ? കീട്ടില്ലായിരിക്കും, ഒരുപാട് പ്രതീക്ഷിക്കണ്ടല്ലേ? ഞാൻ നല്ലപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിക്കണ്ട നമുക്കറിയാം, പക്ഷെ എന്നാലും പ്രതീക്ഷിക്കും. അതാണ്, എത്രയൊക്കെ പ്രതീക്ഷ വേണ്ടെന്ന് പറഞ്ഞാലും ദൃശ്യമല്ലേ, അതെ. അപ്പൊ പ്രതീക്ഷ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ടീസറൊക്കെ അത് ദൃശ്യം ഫസ്റ്റിന്റെയും ദൃശ്യം സെക്കൻഡ് ട്രെയിലർ എന്തായിരുന്നു ഓർമ്മല്ലേ? ദൃശ്യം ഫസ്റ്റിന്റെ കാര്യം പറയാം, ഒരു സാധാരണ ഒരു ടീസർ അതായിരുന്നു. അതിപ്പോ ഇതിലും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷ മതി. സാധാരണ ടീസർ, ഒന്നും അധികം ഒന്നും ഉണ്ടാവില്ലേ, കൂടുതലൊന്നും ഇതിനകത്തും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും എന്തെങ്കിലും പ്രതീക്ഷ. എന്തായാലും ജിത്തു ജോസഫ് ഒരുക്കുന്ന ദൃശ്യം 3 ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. മീനയാണ് നായിക, എസ് അനിൽ, പിന്നെ ആശാ ശരത്ത്, സിദ്ദീഖ്, അൻസിബ, ഒരുപാട് ആൾക്കാർ. അദൃശ്യ സാന്നിധ്യം. ഈ സീറ്റ് ഞങ്ങൾ അതിന് ആളുണ്ട് ഇവിടെ. ഇത് ടീസറിലും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മൾ ടീസറിൽ വരുണ്ണേക്കാരം, പക്ഷെ കാണാൻ പറ്റൂല. കണ്ടു നമുക്ക് പറയാൻ പറ്റും, തെളിവുണ്ടാവില്ല. അതെ, ഓക്കെ. എന്തായാലും നമുക്ക് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ കാണാം. ഞങ്ങള് ചെറിയൊരു യാത്രയിലാട്ടോ, അതാണ് പ്രശ്നം. ഓക്കെ, കാണാം. ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ഇനിയെന്ത്? ആരാരെയാണ് നിരീക്ഷിക്കുന്നത്? ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതുപോലെ? ഒരു മൊഴി കൊടുക്കലൊക്കെ പോലെയാണത്. ഏറ്റുപറച്ചിലൊക്കെ പോലെ ഒരു പശ്ചാത്താപമൊക്കെ കാണുന്നുണ്ട്. ഒരു വലിയ തെറ്റ് ആളുടെ ഉള്ളിൽ കിടന്ന് നീറിയിട്ട് ഇതൊക്കെ തോന്നലാ. കുടുംബത്തെ കയറി തൊട്ടിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയാണ്. പശ്ചാത്താപമൊക്കെ അതൊക്കെ ശരിയാണ്, എനിക്കത് അറിയാം അത് തെറ്റാണെന്നൊക്കെ. അതൊക്കെ വേറെ കാര്യം. പക്ഷെ കുടുംബത്തെ തൊട്ടാ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാ തെണ്ടിത്തരവും ചെയ്ത് സിമ്പിളായിട്ട്, അതും സ്വന്തം വക്കീലിനെ പോലും ഞെട്ടിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് ലാസ്റ്റ് എല്ല് കൊടുത്താണ്ട് എന്നാ സമാധാനം കൊള്ളുന്ന പറഞ്ഞ ടീമാണ്. എന്നിട്ടാണ് ഇപ്പൊ വന്നിട്ട് ഈ ജാതി ഡ്രാമ. എന്താണെങ്കിലും ഒരുപാട് രഹസ്യങ്ങൾ ആ ഡ്രാമയിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്താണ് ചോദിച്ചതിന്റെ അർത്ഥം? അതായത് ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ട്? അപ്പൊ ആരുപോലെ? ഏതുപോലെ? വേറെ ക്യാരക്ടർ പോലെയാണോ? അതായത് കുടുംബത്തിന് വേണ്ടി തെറ്റ് ചെയ്ത് ഈ ഒരു നീറ്റല് ജീവിക്കുന്ന അല്ലെ, അങ്ങനത്തെ ഒരു സാധനമാണോ ഉദ്ദേശിച്ചത്? ഇനി വരുണിനെ പോലെ എത്ര പേരുണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? അതാവാം. ഇനി അതുപോലെ, അതായത് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് ഒരു കുടുംബം, അതായത് ആ മക്കൾ നഷ്ടപ്പെട്ടു, എന്നിട്ട് കുടുംബം നീറിക്കഴിയുന്ന ഒരു കുടുംബം. അതായത് ഇപ്പോ സിദ്ദീഖും നമ്മുടെ ആശാശരത്തും ചെയ്യുന്ന കഥ. അതെ അതെ അതെ, അങ്ങനെ അത് ശരിയാണ്. അവരുടെ ഏത് സന്ദർഭം വേണമെങ്കിലും എടുക്കാം. അതെ, അതായത് ജോർജ് കുട്ടീന്റെയും ജോർജ് കുട്ടീന്റെ ഫാമിലിനെ എടുക്കാം. അപ്പുറത്ത്
ആശാ ശരത്തിന്റെ സിദ്ദീഖിന്റെ ഫാമിലിനെ എടുക്കാം. അതെ അതെ അതെ. ഇതൊക്കെ അതുമല്ലാണ്ട് ഇനി ഇതുപോലെയുള്ള വേറെ ആൾക്കാരുണ്ടോ എന്നുള്ള സാധനം കൂടി ആക്കാം. ഇതിലിപ്പോ എന്താ അറിയോ, ചോദ്യം. പശ്ചാത്താപമാണെങ്കിൽ അതെ, അവിടെ ആള് ഉദ്ദേശിക്കുന്നത് അതായത് ഈ വരുണിന്റെ അച്ഛനും അമ്മേനെ കുറിച്ചായിരിക്കും തീർച്ചയായിട്ടും. ആ ഒരു നീറലിൽ ജീവിക്കുന്ന അതെ അതെ ആ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ. അവരും വിക്ടിംസ് ആണല്ലോ. അതെ, ആ പശ്ചാത്താപത്തിന്റെ സമയത്ത് ആ പള്ളിയിലിരുന്ന് ആ ഒരു സാധനം ആ സമയത്ത് ആള് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ വിഷമത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു. അതായത് അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ആള് തുടക്കത്തിൽ പറയുന്നത് ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, ആകെ കിട്ടിയതാണ് ഫാമിലി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പൊ ആ ഫാമിലിനെ അങ്ങനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നശിപ്പിച്ചു വിടാനുള്ള ഒരു ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. പിന്നെ വേറെ കാര്യം എന്താ അറിയോ, ഇവര് ഫസ്റ്റത്തെ കാണിക്കുന്നുണ്ട്, സെക്കൻഡ് കാണിക്കുന്നുണ്ട്, തേർഡും കാണിക്കുന്നുണ്ട്. ആ ഒരു വൈബ് വിട്ടു പോയിട്ടുണ്ട്. അതാണ് ആ മൂഡ് കണക്ഷൻ കറക്റ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ആക്ച്വലി 1:50 ഇതിലുള്ളത്, ഇത് മൊത്തം ഡ്യൂറേഷൻ. കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തേർഡിന്റെ ആകെ ഉള്ളത് ഒരു 10-30 അല്ലെങ്കിൽ 40 സെക്കൻഡേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫസ്റ്റത്തെ കാണിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അത് കാണിച്ചത് കൊണ്ടാണ് ആ കണക്ഷൻ വിട്ടുപോകാണ്ടേ കറക്റ്റ് ആയിട്ട് ആ സാധനത്തിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഭീകരമായ ഡയലോഗ്സ് ആണ് ഇതിലുള്ളത്. അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ ഈ സിനിമയിൽ വേണം, കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ. ഇതിന്റെ ഫസ്റ്റ് പറയുന്ന സാധനം തന്നെ ഉണ്ടല്ലോ, അതായത് സാധാരണ കുടുംബം, അതായത് അതാണ് 2013 ഫസ്റ്റത്തെ ദൃശ്യം. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അത് ആ കേസ് പിന്നെ 2021 അത് വീണ്ടും റീഓപ്പൺ ചെയ്ത് വീണ്ടും അവസാനിക്കുന്നില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2021 അത് ക്ലോസ് ചെയ്തു, വീണ്ടും ക്ലോസ് ചെയ്തു. ഇനിയിപ്പോ അത് വീണ്ടും തുറക്കാൻ പോവാണ്. എന്താണെങ്കിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ ആ ടീച്ചർ. അതായത് ആ കണക്ഷൻ എനിക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ. ഇത് ശരിക്കും നമ്മൾ കളിയാക്കാൻ പറഞ്ഞാണെങ്കിലേ വരുൺ സത്യത്തില് അതിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ ഉണ്ടാവും ചിലപ്പം സാന്നിധ്യം, എവിടെയൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടേ മെയ് 21 തന്നെയാണ് ഡേറ്റ് ഇതിൽ കൊടുത്തത്. റിലീസിന് മാറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോ ബർത്ത്ഡേ ഒരു വമ്പൻ സെലിബ്രേഷൻ ആയിട്ട് നമുക്ക് തിയേറ്ററിൽ ആഘോഷിക്കാം. ഒരു 1.5 ആഘോഷം അല്ലേ? അതെ, ശരിക്കും എന്താ സിനിമ വരാൻ പോണ അത് ആളുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് സിനിമകളിലെ ഒന്നാണിത്. തീർച്ചയായിട്ടും. ആ സിനിമയുടെ 3-ാം ഭാഗം അല്ല, ആക്ച്വലി എന്താ ലാലേട്ടൻ ഇങ്ങനെ 3-ാം ഭാഗമുള്ള സിനിമകളുണ്ടോ? 3-ാം ഭാഗം ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. 1-2 ഭാഗങ്ങൾ തന്നെ ഇപ്പൊ നമ്മുടെ ദേവാസുരൊക്കെ 3 ഭാഗങ്ങളായിട്ട് വന്നിട്ടില്ലല്ലോ. 3-ാമത്തെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവിയാന്ന് തോന്നുന്നു ലാലേട്ടന്റെ 3 ഭാഗം വരുന്നത്. അപ്പൊ ഇതാണ് ആളുടെ 3-ാം തോന്നുന്നു. അതും ബർത്ത്ഡേന്റെ ദിവസം തന്നെ. അതെ, അതാണ് നമുക്ക് ബർത്ത്ഡേ കിട്ടുന്നത്. ഒരുപാട് സർപ്രൈസുകളാണ് മെയ് 21. അതെ അതെ. എന്താണെങ്കിൽ ഇത്ര അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. നമുക്ക് ആഘോഷിക്കാം. കേരളത്തിലെ ജനങ്ങളുടെ കൂടെ, അതായത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം അവരുടെ എല്ലാവരുടെയും ഒപ്പം ബർത്ത്ഡേ അതായത് ആഘോഷിക്കാൻ ഇട്ട് തരുന്നു, നമ്മളാണ് ആഘോഷിക്കുന്നത്. അതെ അതെ അതെ, സത്യം. അതാണ് പ്രത്യേകത. ഓക്കെ, എന്തായാലും നല്ല ടീസർ, ഒരുപാട് കാണിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് മീനയും എസ്തറയും എല്ലാ ടീമിനെയും കാണിച്ചു, ഏതാണ്ട് എല്ലാരെയും കാണിച്ചു, പ്രമുഖരെല്ലാരെയും കാണിച്ചു. അവരൊക്കെ ഇതേ ഒരു വീർപ്പൂട്ടിൽ തന്നെ ജീവിക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ആശാശരത്തിനെ സിദ്ദീഖിനെ കാണിക്കണം, അത് അങ്ങനെ തന്നെയാണ്. അവര് വിദേശത്താണ് തോന്നുന്നത്. അതെ അതെ, ഇപ്പോഴും ആ ഒരു എഫക്ട് അവരുടെ ഇതിലുണ്ട്. എന്താണെങ്കിലും ബാക്കിയൊക്കെ നമുക്ക് മെയ് 21. മേ ബി അതിന് മുന്നേ ഒരു ട്രെയിലർ വന്നേക്കാം. അതെ, ഇനി എന്തെങ്കിലും വരാൻ ചാൻസ്. ഇത്രയും നേരത്തെ ഇത് വിട്ടതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പണി തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി, പലയിടങ്ങളിലും ബുക്കിംഗ് തുടങ്ങി, പിന്നെ ഇന്റർവ്യൂസ് തുടങ്ങി, പ്രൊമോഷൻസ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സെറ്റ് കത്താൻ റെഡി ആയിട്ടിരുന്നോ കേരളമേ? അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ലോകമേ അതെ, ലോകമേ കേരളം.